BJP സംസ്ഥാന സമിതി അംഗവും കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറുമായ പത്മജ എസ് മേനോന് കഴിഞ്ഞ ദിവസം വളരെ മോശം അനുഭവം നഗരമധ്യത്തിൽ വെച്ച് തന്നെ ഉണ്ടായി. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിട്ടും പല മാധ്യമങ്ങളും വാർത്തയായി കൊടുക്കാൻ തയ്യാറായുമില്ല. അപ്പോൾ എന്താണ് സംഭവമെന്ന് പത്മജ എസ് മേനോൻ തന്നെ നേരിട്ട് നമ്മളോട് വിശദീകരിക്കും. മാം, ABC-യിലേക്ക് സ്വാഗതം. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? സിനുജിക്ക് അറിയാവുന്നതുപോലെ ഡിവിഷൻ 62 എറണാകുളം സൗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നൊട്ടോറിയസ് ക്രിമിനൽസിൻ്റെയും ആവാസ വ്യവസ്ഥയാണ്. രാത്രി പെട്ടെന്ന് തട്ടിടകൾ പൊങ്ങി വരും, രാവിലെ ആകുമ്പോൾ ഇല്ല. യാതൊരുവിധ ചെക്കിങ്ങും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞില്ല. നർക്കോട്ടിക്സ് മുതൽ എല്ലാ അനാശാസ്യങ്ങളുടെയും കേന്ദ്രമാണ്. എല്ലാ കൗൺസിലും ഞാൻ മേയറോട് പറയുന്ന കാര്യവുമാണ്. അപ്പം ഞാനും കുറച്ച് നാട്ടുകാരും ചേർന്ന് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നടന്ന് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ സൗത്ത് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ ആദ്യം തന്നെ ഒരു നീലപ്പെട്ടിക്കട. അപ്പോൾ ആ ചേട്ടനോടും ചേട്ടാ ഗ്യാസ് ഓപ്പണായിട്ട് വയ്ക്കരുത്, തീരുമാനമുണ്ട്, ഇന്ന് കൊണ്ടുവന്നത് ഓക്കെ, നാളെ മുതൽ ചെയ്യരുത്. അങ്ങനെ 2 കട കഴിഞ്ഞ് മൂന്നാമത് പോകുമ്പോൾ ഒരു വലിയ പെട്ടിക്കട, ഞാൻ ഒരു 10 അടി വീതി ഉണ്ടാകും. നമ്മുടെ വാക്ക് വേ ഈ KMRL-ൻ്റെ ആണല്ലോ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്, ഗേൾസ് ഹൈസ്കൂളിൻ്റെ നോർത്ത് സൈഡിൽ. റോഡിലേക്ക് 3 അടി കാലിൽ നിൽപ്പുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണിത്. അപ്പോൾ നോക്കുമ്പോൾ വയനാട്ടിലേക്ക് സ്നേഹം തട്ടുകട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈസൻസ് ഉണ്ടോ? ഞങ്ങൾ DYFIക്കാരാണ്. അതിന് ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്, ഞങ്ങൾക്കൊരു നിയമവും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോ സിമ്പിൾ. കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നതും CPM അല്ലേ? മേയറോടൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ടതില്ലേ? ഹെൽത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് പറഞ്ഞാൽ ഒപ്പിട്ടതല്ലേ? നിയമം നിങ്ങൾ അനുസരിക്കില്ല എന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്നൊരു കാര്യമല്ലേ? മാത്രമല്ല ഇത് ഡൊമസ്റ്റിക് ഗ്യാസാണ് നിങ്ങളിവിടെ വച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ച് കമേഴ്ഷ്യൽ പർപ്പസ് ചെയ്യരുത്. നിങ്ങൾ നിയമം നോക്കേണ്ട ആൾക്കാരല്ലേ? ആഭ്യന്തരം കൈയാളുന്നത് നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാമോ കുട്ടികളെ? അപ്പോൾ അവരൊന്നു നിങ്ങളുടെ കുടിസടുക്കളയിൽ നിങ്ങൾ പിന്നെ എന്തിട്ടാണ് ചെയ്യുന്നത്? ഗ്യാസല്ലേ കത്തിക്കുന്നത്? എൻ്റെ കുടിസടുക്കള എൻ്റെ സ്വകാര്യതാണ്. അവിടെ എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ 4 പേരും മാത്രമേ പൊട്ടിത്തെറിക്കുള്ളൂ. പക്ഷേ റോഡിൻ്റെ നടുക്ക് ഇത്രയും ജനങ്ങളെ വിളിച്ചു വരുത്തി ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. എനിക്കതിന് കണ്ടു നിൽക്കാൻ പറ്റില്ല. കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ഇന്നലെയും ചെയ്തു. അത് ഞാൻ കണ്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ റെഗുലർ ഇൻസ്പെക്ഷൻ ഇറങ്ങിയപ്പോൾ കണ്ടു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. പോലീസിനെ ഞാൻ വിളിച്ചു വരുത്തി. അപ്പോൾ അവരും കുറേ പേരെയൊക്കെ വിളിച്ചു വരുത്തി. ഇപ്പോൾ ഏതൊക്കെയോ വലിയ നേതാക്കന്മാർ വന്നു. നേതാക്കന്മാരെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ ഇത്രയും വൈറലാക്കി ഇത്രയും പ്രശ്നമാക്കിയ സ്ഥിതിക്ക് കേരളം മുഴുവനും ഞങ്ങളിത് ചെയ്യും. ഞങ്ങൾക്ക് നിയമം ഒരു പ്രശ്നമല്ല. ഞങ്ങൾ കേരളം ഭരിക്കുന്ന ആൾക്കാരാണ്. വയനാട്ടിൽ സംഘിണി ചാണകം തിന്നുന്നവളെ എന്തെങ്കിലും കാര്യം നിങ്ങൾ നല്ലത് ചെയ്യുമോ? എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതിനൊക്കെ എതിരെ നിൽക്കും. സംഘിണി കൗൺസിലറെ എന്നൊക്കെ പറഞ്ഞ് വയനാടിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. 25 വീട് DYFIക്കാർ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണിത് കൊടുത്തിരിക്കും. വളരെ സന്തോഷം സഹോദര. പക്ഷേ നിങ്ങൾ നിയമം അനുശാസിച്ച് പ്രവർത്തിക്കണം. ഒരു 10,000 രൂപ എനിക്കറിയാവുന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രളയത്തിന് കുറേ നിങ്ങൾ പിരിച്ചല്ലോ, അതൊക്കെ എവിടെ പോയി? അന്ന് ഞാൻ മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷയാണ്. ഞങ്ങളൊരു വലിയ മാസ് ക്യാമ്പയിൻ നടത്തി. ഗവൺമെൻറ് പറഞ്ഞു നിർത്തി, ഇനി ആരുടെയും അപേക്ഷ സ്വീകരിക്കില്ല. മാസ് ക്യാമ്പയിൻ പറവൂര്, ഗോതുരുത്ത്, കളമശ്ശേരി, കുന്നുകര ഭാഗങ്ങളിലൊക്കെ 3000 ആപ്ലിക്കേഷൻ എടുത്ത്. അപ്പോൾ ഈ DYFIക്കാർ എഴുതി വെച്ച് ഇതിലൊന്നും നിങ്ങൾ വീഴരുത്, ഇവർ ഇതാണ് അതാണെന്നൊക്കെ. ഞങ്ങളതുകൊണ്ട് കളക്ടറിന് സമർപ്പിച്ചതിന് ശേഷമാണ് ഒരാഴ്ചയും കൂടെ ഗവൺമെൻറ് ഓപ്പൺ ചെയ്തു. കല്ലൂർ നമ്മളുടെ ആ ഹൈസ്കൂളിൻ്റെ അവിടെ ഒരു കോടതി ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് ഹിയറിംഗ് ഒക്കെ വെച്ചത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു. ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും ജോലിയുള്ള ആൾക്കാരായിരുന്നു. അവർ പറയുന്ന പ്രളയത്തിൽ ഞങ്ങൾ മരിച്ചു പോയാൽ മതിയായിരുന്നു മോളെ, 5 പൈസ കിട്ടുന്നില്ല, ഈ കയറി എന്തൊക്കെ ചോദിക്കുന്നതൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇപ്പോൾ ബക്കറ്റ് പിരിവിന് ഡിമാൻഡില്ല. ഇപ്പോൾ ബക്കറ്റ് പിരിവിന് ഡിമാൻഡില്ല. ഒരു പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ ഇതൊരു ബക്കറ്റുള്ളൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നിൽക്കും. ഈ ബക്കറ്റിൽ എത്ര രൂപ വീഴുന്നു ഞാനൊന്ന് കാണട്ടെ. 4 മണിയാവും ഞങ്ങളടയ്ക്ക്. എറണാകുളത്ത് ജനിച്ച് വളർന്ന ആളാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. എനിക്കിതൊന്നും ഒരു പേടിയില്ല. നിങ്ങൾ ഈ കസേരയിലിരുന്നോ? ഞാൻ വേണ്ട, ഞാനിവിടെ നിന്നോളാം. നല്ലോണം മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ടുള്ള ആളാണ്. ഞാനിവിടെ നിന്നോളാം. നിങ്ങളുടെ എണ്ണി തിട്ടപ്പെടുത്താണ്ട് ഞാൻ പോവില്ല ഈ ബക്കറ്റിൽ. അത്രയും വലിയ ഷാമിയാന, ഇത്രയും ഭക്ഷണം, നമ്മൾ തോന്നുന്ന പൈസ ഇട്ടാൽ മതി എന്നാ പറഞ്ഞത്. എത്ര രൂപ കിട്ടും നമുക്കറിയണ്ടേ? അപ്പം ഞാനിവിടെ നിൽക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞു 2 പറാട്ട മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധനം ഞാൻ കഴിക്കില്ല. അതും ബീഫും കൂടെ അവളുടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റിയാൽ തീരാവുന്ന
ചൊറിച്ചിലേ അവക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നുണ്ട്, കുറേ പേര് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നില്ല, അവർ ഭിക്ഷയൊന്നും ചോദിച്ചില്ലല്ലോ, അവർ ചോദിക്കാത്തൊരു കാര്യം തന്നെ അവരുടെ നാക്കിലേക്ക് കുത്തിക്കയറ്റുന്നേ എന്ന് ചോദിച്ചു. കുറച്ചു നേരം കഴിഞ്ഞാൽ പറഞ്ഞു ആ ദോശ ചൂടുന്ന ചട്ടിയിൽ എന്നെ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ ചന്തി വേവിച്ചെടുക്കരുത്, അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റില്ല, ചുടുവാണെങ്കിൽ എന്നെ തീർക്കണം, 1% ജീവൻ പോലും ബാക്കി വയ്ക്കരുത്. SCS മേൻ്റെ മകളാണ് ഞാൻ, ശക്തമായി പ്രതികരിച്ചിരിക്കുക, 1% ജീവൻ പോലും ബാക്കി വെച്ചേക്കരുത്, ഇവിടെ വെറുതെ പൊള്ളിച്ചു വിടാനും പാടില്ല, തീർക്കണം, ചുട്ടങ്ങ് തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ കേരളം മുഴുവൻ നടത്തി മേയറുടെ അടുത്ത് നിന്ന് ആദ്യം തുടങ്ങും, അത് അപ്പുറത്തൊക്കെ തുടങ്ങിക്കോ. പക്ഷേ ഈ ഡിവിഷനിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി നടക്കില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ പോകുന്നത്, ഡെങ്കു അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അവർ തലേ ദിവസം ചെയ്തതിൻ്റെയൊക്കെ പാത്രങ്ങളിൽ. ഇവർ കഴിച്ചിട്ട് പോകുന്ന എവിടെ കൈ കഴുകുന്ന ഒന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്യും. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടറെയും കൊണ്ട് കാണിച്ചു, ആ വേസ്റ്റ് മുഴുവൻ അവിടെ കിടപ്പുണ്ട്, 3 ചാക്കിൽ കെട്ടിവെച്ച് അവിടെ തന്നെ കിടപ്പുണ്ട്. ഇദ്ദേഹം നമ്മുടെ രമേശൻ സാറാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇന്നലെ കൃത്യമായിട്ട് വേസ്റ്റൊക്കെ കളയുന്നു. നോക്കുമ്പോൾ ചാക്ക് 3 ചാക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇതാണ് മുട്ടയുടെ മുട്ട അവരുടെ വേസ്റ്റിൻ്റെ വളരെ ഇന്നലെ കൊടുക്കാതെ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അവർ. അങ്ങനെ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോൾ വരികയാണ്. നോക്കുമ്പോൾ സന്ദീപ് വാചസ്പതി, BJPയുടെ സംസ്ഥാന വക്താവ്. ചേച്ചി എന്തെങ്കിലും പ്രശ്നത്തിലാണോ? അതെ, ഞാൻ DYFIക്കായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ചേച്ചിയുടെ അടുത്തൊരാൾ നിന്നിരുന്നില്ലേ, അദ്ദേഹത്തെ ഇവർ അടിച്ച് തമ്പോറാക്കി റോട്ടിലിട്ടേക്കണം, ചേച്ചി ഒന്ന് വേഗം അഡ്രസ്സ് ചെയ്യൂ. ഞാൻ നോക്കുമ്പോൾ അങ്ങേരെ കാണും, എനിക്കൊരു പരിചയമില്ലാത്ത വ്യക്തിയാണ് പറഞ്ഞത് ഞാൻ ഭിക്ഷക്കാരിയാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്നൊക്കെ. നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനും പോലീസൊക്കെ ഉണ്ടല്ലോ, പോലീസ് വന്നും ഇവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യും. പോലീസിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ചെയ്തിരിക്കും. ഇവർ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് കേരളം മുഴുവൻ ഞങ്ങൾ ചെയ്തിരിക്കും. വയനാടിന് 25 വീട് പണിത് കൊടുക്കാൻ DYFI പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ആർക്ക് പണിയെന്ന് നമുക്കറിയില്ല കേട്ടോ. വയനാട്ടിൽ പലരും ഉണ്ടല്ലോ, നമ്മൾ പ്രളയത്തിൽ കണ്ടതല്ലേ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ലോണം പ്രവർത്തിച്ച ആളാണ്. 2 മാസം ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. അപ്പോഴും ഞാൻ DYFIക്കാരുടെ ശൗര്യ കണ്ട, അതൊന്നൊന്ന് ഡിവേറ്റ് ചെയ്ത് പറയാൻ സമ്മതിക്കണം. ഒരിക്കൽ ഞാൻ പറവൂരടുത്തുള്ളൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ DYFI എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ചെല്ലുന്ന വണ്ടിയുടെ മുമ്പിൽ മഹിളാ മോർച്ചയുടെ കൈത്താക്ക്, ഞാൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡൻ്റാണ്, ഇതിവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പാർക്ക് ചെയ്യും, ഞാനിവിടെ പാർക്ക് ചെയ്യും, മുമ്പിൽ ചെയ്തിട്ട് പുറകിലും പാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സാധനം ഇവിടെ ഇറക്കാൻ സമ്മതിക്കില്ല, ഇറക്കും. നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന ഇറക്കുമ്പോൾ കാണാം, ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ ഇറക്കി വെച്ചു, നിന്നെ പിടിച്ച് കായലിലേക്ക് എറിയും, എന്നാൽ വാ കായലിലേക്ക് ഇടാം, എറിയാം ബാ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഒന്നും സംഭവിച്ചില്ല. വേറൊരു ദിവസം പോകുമ്പോൾ ചെറായിലൊരു വലിയൊരു അമ്പലം, വലിയൊരു ഇതുമായിട്ട് മൈതാനമായിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്യാമ്പുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ശരിക്കും വിശ്വസിക്കില്ല, ആൾക്കാർ ചില സിനിമകളിലൊക്കെ നമ്മൾ ക്യാമ്പിൽ കാണില്ല. അപ്പോൾ ഒരു മുറി നിറയെ ഭക്ഷണം പൂട്ടിയിട്ടേക്കുക, ഇങ്ങനെ കിടന്ന് പഴമുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇങ്ങനെ കൊതിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഫേസ്ബുക്ക് ലൈവ് ഇട്ടു. ഒരു 10-15 മിനിറ്റ് നിറയെ വാഹനങ്ങൾ, നിറയെ ആൾക്കാർ ഭക്ഷണമായിട്ട് എത്തി. അപ്പോൾ ഇവരൊന്നും തൊടാൻ പാടില്ല, ഞങ്ങളുടെ ഭക്ഷണം വരും, തൊടാൻ പാടില്ല. ഞാൻ തൊട്ടിരിക്കും, കഴിച്ചിരിക്കും, ക്യൂ നിൽക്കാൻ പറഞ്ഞു ആൾക്കാരോട്. ആൾക്കാരും വിശപ്പ് കൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ്, ക്യൂ നിന്നു. കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കരുതെന്നല്ലേ ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയില്ല, മിണ്ടരുതെന്ന് പറഞ്ഞു. നീ ആരാടി? ഞാൻ ആരോ ആവട്ടെ, ഞാനൊരു അമ്മയാണ്, ഞാനൊരു മകളാണ്, ഒരു ഭാര്യയാണ്, അങ്ങനെയുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടാലാണ് ഞാൻ. അപ്പോഴാണ് വയനാടിൻ്റെ ദുരന്ത കഥയായിട്ട് ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടാൽ മതിയെന്ന്. ബക്കറ്റ് കളക്ഷൻ്റെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, ഒരളവുമില്ല, കണക്കുമില്ല, എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാനും പാടില്ല. തിരിച്ച് നമ്മുടെ സന്ദീപിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ, സന്ദീപ് പറഞ്ഞു ചേച്ചിയുടെ കൂടെ ഒരാൾ നിന്നിരുന്നല്ലോ, അവരെ ഈ DYFIക്കാർ അടിച്ച് തമ്പോറാക്കിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസ് പുറകെ തന്നെ നിൽക്കുന്നുണ്ട്, അവർ പോയൊന്നുമില്ല, അവരവിടുത്തെ, പക്ഷേ ഇവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇവർ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, ആഭ്യന്തരം പിണറായി സഖാവിൻ്റെ കയ്യിലല്ലേ, അവരവിടെ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ള നിലയ്ക്ക് നിൽക്കുന്നുണ്ട്. ഞാനത് പോയിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ സന്ദീപ് വാചസ്പതിയെ വിളിക്കുന്നത്, ഇവിടെ നിന്നിരുന്ന ഒരാളെ അടിച്ച് തമ്പോറാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിന് അഡ്മിറ്റ് ആവാൻ താല്പര്യമില്ല, അദ്ദേഹം
വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ സന്ദീപ് എന്നോട് പറഞ്ഞു, ചേച്ചി ഇതൊന്നും കേൾക്കരുത്, ചേച്ചി DYFI അല്ല, ചേച്ചിക്ക് വലുത് ഒരു മനുഷ്യജീവനാണ്, ചേച്ചി ഉടനെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് പോയി. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കയറുമായിരുന്നു. അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹം പറഞ്ഞു, മാഡം എന്നെ വിടൂ മാഡം, എനിക്ക് പേടിയാണ്, ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്, എനിക്ക് കൊച്ചുകുട്ടികളുണ്ട്, DYFIക്കാരൻ എന്ത് ഇതിലേക്കും പോകും, പേടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചു, ഇവിടെ ഇങ്ങനെ മുഴച്ച് നിൽക്കുക, ഷർട്ടൂരപ്പ് ഇവിടെ മുഴുവൻ തിണർത്ത് കിടക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് എന്നെ കണ്ട് സംസാരിച്ചത്, എന്നോടല്ല ഇവരോട്, എനിക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് ട്രെയിനിൻ്റെ സമയമായി പോയപ്പോൾ ഇവരൊരു ബൈലൈനിലേക്ക് വലിച്ചിട്ട് 4 പേര് ചേർന്ന് വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചി കയറിയിരുന്ന് ഇടിച്ചതിൻ്റെയാണ് ഇത് കാണുന്നത്. ആരും അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലീസുകാരത് കാണുന്നുണ്ട്. ഇവർ പോയതിന് ശേഷം പോലീസ് വന്ന് പറയാണ്, നിങ്ങളെ ആശുപത്രി കൊണ്ടുപോട്ടെ, ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാണ്, ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്, എനിക്ക് ഇനിയും സർവീസ് ബാക്കിയുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് പേടിയാണ്, ഞാൻ പൊയ്ക്കോളാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് സന്ദീപ് വാചസ്പതി പറയുന്നത്, ചേച്ചി ഇടപെടണം, DYFIക്കാരും ലൈസൻസും അല്ല ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം, ഒരു മനുഷ്യജീവനാണെന്ന്. ഞാൻ അങ്ങനെ വേഗം ജനറൽ ആശുപത്രി കൊണ്ടുപോയില്ല, കാരണം DYFIക്കാർക്ക് കയറി ഇറങ്ങി വിലസാലോ, അവിടെ കാഷ്വാലിറ്റി കൊണ്ടുപോയി, മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ അലേർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ കുറച്ച് പേരെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, ചേച്ചി എന്നെ പോകാൻ സമ്മതിക്കണം, ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകും, എൻ്റെ കുട്ടികളും ഇതാവും, എന്നെ പോകാൻ സമ്മതിക്കണം. എൻ്റെ കാല് തൊട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അദ്ദേഹത്തെ വിട്ട് ഇപ്പോൾ കുറച്ച് നേരം മുമ്പും കൂടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ഒട്ടും വയ്യ, അവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആശുപത്രി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഫേസ്ബുക്ക് ലൈവ് കേട്ടിരുന്നു, വളരെ സങ്കടത്തോടു കൂടിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ അല്ലെ പോലീസിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായാലും? പോലീസിന് ആൾക്കാരൊക്കെ വല്ലാണ്ട് അപ്സെറ്റ്, എന്താ അപ്പോൾ അവർ വിചാരിക്കണേ എൻ്റെ സഹോദരനെയോ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു റിലേറ്റീവിനെ, കാരണം എന്നോട് പലരും ചോദിച്ചു, ഒരു നിങ്ങളൊരു കൗൺസിലറല്ലേ, നിങ്ങളിങ്ങനെ കരഞ്ഞത് എനിക്ക് സങ്കടം കൊണ്ടല്ല, എനിക്ക് പേടി കൊണ്ടല്ല, പക്ഷേ എനിക്ക് വേണ്ടി യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ മൃതപ്രായനായി കിടക്കുന്നു, അതിൻ്റെ ഫ്രസ്ട്രേഷൻ. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആരുടെ ജീവനും ഒരു വിലയില്ല, നമുക്കൊരു സെക്യൂരിറ്റി ഇല്ല. ഒരു സ്ത്രീ തനിച്ച് നിൽക്കുമ്പോൾ എന്താണ് എന്ന് ഞാനൊരു ഭിക്ഷക്കാരിയല്ലല്ലോ, ഭിക്ഷ ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ അടിച്ച് തമ്പോറായി കിടക്കുന്നു എന്നുള്ള ആ ഒരു എന്ത് സംഭവിക്കുന്നറിയില്ല എനിക്ക് അദ്ദേഹത്തിന്. അദ്ദേഹം ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് സന്ദീപ് വാചസ്പതി മാത്രമാണ് ഒരു ലിങ്ക് അദ്ദേഹമായിട്ട്. അതിലാണ് ഞാൻ പൊട്ടി കരയുന്നത്. അപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട്. ആൾക്കാരെല്ലാവരും ഭയങ്കര അഗെയിൻസ്റ്റ് ആയിരുന്നു DYFIയുടെ പെരുമാറ്റത്തിന്. അവർ കട നടത്തുന്നല്ല, ഒരു മനുഷ്യനെ തല്ലാൻ, ജസ്റ്റ് ഈ പറഞ്ഞ തല്ലാൻ എന്ത് അധികാരം? 4 പേര് വലിച്ച് റോട്ടിലേക്ക് ഇട്ടിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് അടിച്ചത്. അദ്ദേഹം ആ ഷർട്ട് ഊരുമ്പോൾ കാണണം, തലയിൽ ഇത്രയും വലിയൊരു ഹെമറേജ് പോലെ. അദ്ദേഹം വേച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് ഇപ്പോഴും കുറച്ചു നേരം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റോ നമ്മൾ ശരിയല്ലല്ലോ പറയുന്നില്ല. ഈ ഹോട്ടൽ നടത്തുന്നത് ശരിയല്ല. ഈ ഒരു വയനാടിന് കൈത്താങ്ങിന് വേണ്ടിയിട്ട് DYFI ഒരു ശ്രമം നടത്തിയപ്പോൾ കൗൺസിലർ ഇത് തടസ്സപ്പെടുത്തി. അപ്പോൾ ഇത് കണ്ടുവന്ന അവിടുത്തെ നാട്ടുകാർ, തൊഴിലാളികൾ, മറ്റേ ഹെഡ് ലോഡ് വർക്കേഴ്സ് അവരൊക്കെ വന്നതെന്ന് വെച്ച് കൗൺസിലറെ ചീത്ത പറഞ്ഞ് ഓടിച്ചു. ഇങ്ങനെയാണ് CPMൻ്റെ ഭാഗത്തുനിന്ന് പ്രചരിപ്പിക്കുന്ന. ഒരൊറ്റ ആൾ പോലും DYFIക്കാർ മഹാരാജാസ് കോളേജിൽ നിന്നും ലോ കോളേജിൽ നിന്നൊക്കെ കുറേ കുട്ടികളെ കൊണ്ടുവന്നല്ലാണ്ട് എൻ്റെ ലൈവ് വീഡിയോസിൽ കാണാമല്ലോ, അവരാരും തന്നെ എഗെയിൻസ്റ്റ് പറഞ്ഞില്ല. കാരണം ഇത് ഇല്ലീഗലാണ് ഇവർ ചെയ്യുന്നത്. ഇവർ കൊണ്ടുവച്ചേക്കുന്ന എന്ത് ഭക്ഷണമാണെന്ന് അറിയില്ല. അവർ കയ്യുറ ധരിച്ചിട്ടില്ല, ഒന്നും ധരിച്ചിട്ടില്ല. അവർ കൈ കഴുകി അവിടെ തന്നെ ഇടുന്നു, എവിടെ ഒന്നുമില്ല. എന്താണ് ഡിസ്പോസിബിൾ കൊണ്ട് ഇപ്പം തന്നെ ഞാൻ പോയിടുമ്പോൾ ഒക്കെ അവിടെ കിടപ്പുണ്ട്. ആരും തല്ലി ഓടിച്ചതല്ല. സന്ദീപ് വാചസ്പതി പറഞ്ഞ ഒരൊറ്റ വാചകമാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. DYFIക്കാരോട് തല്ലുകൂടി നിൽക്കാനുള്ള സമയമല്ല ഇത്. ഒരു മനുഷ്യജീവൻ റോഡിൽ കിടന്ന് പിടയ്ക്കുന്നു. ചേച്ചി ഒരു മനുഷ്യ സ്ത്രീയാകൂ. ചേച്ചി വലിയ പോരാളിയാണ്, ചാൻസലറാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യജീവനാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ വിളിച്ച് ഞാൻ തനിച്ചാണ് പോയത്. വേറെ ആരെയും, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ചുറ്റും. ആരെയും എക്സ്പോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. കാരണം ഇവരുടെ കയ്യിൽ വടിവാളോ അതൊക്കെ ഉണ്ടാവും. നമ്മുടെ കയ്യിലൊന്നുമില്ല. സംസാരിക്കാൻ പറ്റുന്നൊരു നാക്ക് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ ദൂരെ മാറി നിൽക്കുന്നുണ്ട്. ഒറ്റയാൾ ഞാൻ നിൽക്കുമ്പോൾ തല്ലി ഓടിച്ചിട്ടില്ല. ഞാൻ തന്നെ സ്വയം ഒരു ഓട്ടോറിക്ഷ കയറി പോയതാണ്. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ വന്നിട്ട് എൻ്റെ 2 പ്രവർത്തകരെ ഞാൻ സ്കൂട്ടറിൽ അയച്ചപ്പോൾ അവിടെ ഡിസ്കോ ഡാൻസും പാട്ടും ഒക്കെ നടക്കായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതാണോ വയനാടിൻ്റെ ദുരന്തം? കൈത്താങ്ങ്. ആരെയാണ് അത് തോൽപ്പിക്കാൻ നോക്കുന്നത്? ഈ കാശ് എങ്ങോട്ടേക്ക് പോയി?
എവിടേക്ക് പോയി, ആർക്ക് പോയി? കാരണം പ്രളയം ഞാൻ കണ്ടതാണ്, എൻ്റെ നേരിൽ കണ്ട. ഇപ്പോഴും 10,000 രൂപ കിട്ടാത്തൊരു സഹോദരൻ വേണമെങ്കിൽ ഞാൻ വിളിച്ച ഇപ്പോൾ ഫോണിൽ വരും. കോർപ്പറേഷൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഗ്യാസ് ഒന്നും പുറത്ത് വെച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ഇനി കോർപ്പറേഷൻ്റെ മേയർ തന്നെ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞു. മേയറെ അറിയിച്ചു ഔദ്യോഗികമായിട്ടെങ്കിലും? വിളിച്ചില്ലല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ. എൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു, ഫോൺ ഇപ്പോഴും എടുക്കുന്നില്ല. ഞാൻ ഹെൽത്ത് ഓഫീസറെ വിളിച്ചു. ഹെൽത്തിൻ്റെ നൈറ്റ് സ്ക്വാഡിൻ്റെ ആൾക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, മാഡം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിങ്ങളോട് പറയാനല്ല അയച്ചത്, പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തോ, അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഭക്ഷണയോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്തോ, അവർ പറാട്ടടിക്കുന്ന കൈകളിൽ അഴുക്കുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ, അവിടെ വച്ചിരിക്കുന്ന ആ സ്റ്റൗവിൽ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ, അവരുപയോഗിക്കുന്ന എണ്ണ എങ്ങനെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ, കൈ കഴുകുന്ന വെള്ളം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ. അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾക്കിത് ഊരി മാറ്റാനുള്ള ലൈസൻസും ഇല്ല. നൈറ്റ് സ്ക്വാഡിന് എന്തും ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. പേടിയാണ് അവർക്ക്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഇന്ന് ഞാൻ പോയി നേരിട്ട് മേയറിനെ കണ്ടില്ല. കാരണം മേയർ തന്നെ അറിയാണ്ടത് നടക്കില്ലല്ലോ. മേയറല്ല, അതിനെക്കാട്ടിലും വലിയൊരാളാണ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. അതും അവർ പറയുന്നുണ്ട് ലൈവ് വീഡിയോയിൽ. അപ്പോൾ പിന്നെ നമുക്കതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മേയറിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് വലിയ കൺസേൺസ് ഉണ്ടാവുമല്ലോ, അടുത്ത ഇലക്ഷനൊക്കെ നിൽക്കാനുള്ളതല്ലേ. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ പോയി കണ്ടു. അവർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ അയച്ചു. നോക്കുമ്പോൾ അവിടെ മുഴുവൻ വേസ്റ്റ് കിടക്കുന്നുണ്ട്, മഴവെള്ളം വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ ഡെങ്കു വരുന്ന കൊതുകുകൾ വരും, അതൊന്നും മാറ്റിയിട്ടില്ല, ഫൈൻ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എന്ത് നിയമവ്യവസ്ഥ ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയും, അധികാരം ഞങ്ങളുടെ കയ്യിലാണെന്നൊരു ധാർഷ്ട്യമാണ്. പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ധാർഷ്ട്യമാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ, ആ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. എന്നെ ഇത് കണ്ടിട്ട് ഒരാൾ വിളിച്ചു, പേര് ഞാൻ പറയുന്നില്ല, എന്നോട് കയർത്ത് നിൽക്കുന്ന ആൾ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലാണ്, എല്ലാവർക്കും വളരെ ശല്യം ഉണ്ടാക്കുന്ന ആളാണ്, ആരെയും അറ്റാക്ക് ചെയ്യാൻ മടിക്കാത്ത ആളാണ്, സ്വന്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മാഡത്തിന് അറിയില്ല, നമ്പർ കണ്ടെടുത്ത് ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. മാഡം സൂക്ഷിക്കണേ, മാഡം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, ഒന്നും നിയമത്തിനെതിരെ ചെയ്യില്ല എന്ന് മാത്രമല്ല, നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന കൗൺസിലർ മാഡമാണ്, ഞങ്ങൾക്കറിയാം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഗ്യാസ് ഈ നടത്തുന്ന കമ്പനികളുടെ സെക്രട്ടറിയാണ്, ഓണേഴ്സ് അസോസിയേഷനോ. അപ്പോൾ അത് വീഡിയോ കണ്ടു. അവർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കളക്ടറിന് നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കണം. ഡൊമസ്റ്റിക് കണക്ഷൻ ഒരു കാരണവശാലും കമേഴ്ഷ്യലായിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അത് ഇപ്പോൾ തന്നെ മാഡം കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരൊറ്റ ആൾ പോലും ഡിവൈഎഫ്ഐക്കാർ ചെയ്തത് ചീത്തക്കാരാന്ന് പറയുന്നത്. പക്ഷെ അതിന് ലൈസൻസ് വേണം. അവർ തന്നെ ഭരിക്കുന്നു. ലൈസൻസ് ഇല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ചെയ്യാൻ പാടുമോ? ഇപ്പോൾ തന്നെ എന്ത് വൃത്തികേടായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഭക്ഷണം ചുരുട്ടി പുറകിൽ വെച്ചിരിക്കുന്നു. അവിടെ മഴവെള്ളം വീണ് മുഴുവൻ അതിൽ ഡെങ്കുവിൻ്റെ ലാവുകളും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇത് കഴിച്ച് ഏതൊക്കെയോ ട്രെയിനിൽ കയറി പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ദുരിതമുണ്ടാകാം. അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വയനാട്ടിലേക്ക് നമുക്ക് എന്തൊക്കെ തരത്തിൽ സഹായം ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കുക. അതെ, സംഘിണി ചാണകം തിന്നണവള്. വായിലേക്ക് 2 പൊറോട്ടയും ബീഫും കുത്തിക്കയറ്റിയാൽ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റിയാൽ തീരാവുന്ന ചൊറിച്ചിലേ അവൾക്കുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ബീഫ് കഴിക്കും. ഞങ്ങളതിനൊന്നും എതിരല്ല. 14 കൊല്ലമായിട്ട് ബൈ ചോയ്സ് എനിക്ക് എന്തൊരു ദിവസം തോന്നി ഞാൻ നോൺ വെജിറ്റേറിയനായി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ആരോടാണ് ഈ സംസാരിക്കുന്നത്? കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാമൂഹിക തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ. ഈ മേയർ അച്ഛൻ്റെ യൂണിയനിൽ എത്ര സ്ഥലത്ത് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ഛൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ. അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം അവിടെയൊക്കെ പ്രസിഡൻ്റ്, ടെൽക്ക് മുതൽ മോഡേൺ ബേക്കറീസ് വരെ. അവരെന്താണ് വിചാരിക്കുന്നത്? നിയമം എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്ത് ആർക്കും കളിയാടാനുള്ള പന്താണോ? പിന്നെ എന്തിനാണ് നിയമം? കുറച്ച് പേർക്ക് മാത്രം, പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമോ നിയമങ്ങൾ? ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഇനി എന്ത് നടപടിയായിരിക്കും നമ്മൾ ഫൈനലായിട്ട് എടുക്കാൻ പോവുക? ഒരു കാര്യം ചോദിച്ചത് നന്നായി. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം റിട്ടേണായിട്ട് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇത് പരാതിയുടെ റിസൾട്ട് തരാൻ, എന്താണ് എൻ്റെ പേര്, റെസിറ്റ് തരാനുള്ള അദ്ദേഹം പോയി. അപ്പോൾ നാളെ വന്ന് മേടിക്കൂ 10 മണിക്കെന്ന്. ഇപ്പം മാതൃഭൂമിന്ന് വിളിച്ചു വെച്ചപ്പോൾ അങ്ങനെ ഒരു പരാതിയെ ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു? പരാതി കിട്ടിയിട്ടില്ല. ഹൗ സിമ്പിൾ.
ആ ക്യാമറ കളഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, കാണാമല്ലോ. ആ പോലീസ് ഓഫീസർ തന്നെയാണ് എൻ്റെ ലൈവിൽ വന്നേക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എനിക്കിത് അറിയില്ല. ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിക്കണം. 10 മണിക്ക് ആക്കാനാണ് പറഞ്ഞത്. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണ് സംഭവിക്കാന്ന് അറിയില്ല, ഇവരല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഡ്രോയിങ് റൂമിൽ തന്നെ അലേർട്ടായിട്ട് നിങ്ങളുടെ ചാനലൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ 10 മണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം മാതൃഭൂമി ചാനൽ ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, അവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടേ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അലേർട്ട് ചെയ്തിട്ടുണ്ട്, അവർ വന്ന് നോക്കിയിട്ടുണ്ട്. മേയറിനെ ഞാൻ വിളിക്കില്ല, കാരണം അദ്ദേഹം ഇത്രയും കോളും എൻ്റെ വീഡിയോയും കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിതനാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ കൈയും കാലും കെട്ടിയിട്ടിട്ട് ഉരുണ്ടോ മേയറെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ഇനി ഒരു 14 മാസവും കൂടെ എങ്ങനെയെങ്കിലും ഉരുണ്ട് പോകണമല്ലോ. ഈ കാണ്ട് ഓപ്പൺ ഹിസ് മൗത്ത്. എന്തായാലും കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു ജനപ്രതിനിധിക്കുണ്ടായ ദുരനുഭവമാണ് അവർ നേരിട്ട് തന്നെ വിവരിച്ചത്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കൗൺസിലറായ ശ്രീമതി പത്മജ എസ് മേനോൻ്റെ തീരുമാനം. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഇനി നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.